ഹായ് ഫ്രണ്ട്സ്, ഹാപ്പി വെൽ വ്ളോഗ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്കമാലി ജംഗ്ഷനിലൂടെയാണ്. നമ്മൾ ഇന്നത്തെ വ്ളോഗിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ തന്നെ ജാതിക്കത്തോട്ടത്തിലെ ഒരു ദിവസത്തെ കാഴ്ചകളാണ്. ഇതൊരു ചെറിയ വ്ളോഗാണ്. ഈ വ്ളോഗിലൂടെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ജാതിക്കത്തോട്ടത്തിലൂടെ നടന്ന് കാഴ്ചകൾ കണ്ടുവരാം. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഇതാണ് നമ്മുടെ ജാതിക്കത്തോട്ടം. ഇവിടേക്ക് വെള്ളം ലഭിക്കുന്നത് വഴിച്ചാൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലൂടെയാണ്. റോട്ടിൽ നിന്ന് പൈപ്പ് ഇട്ട് മണ്ണിന്റെ അടിയിൽ കൂടെ പൈപ്പ് ഇട്ടിട്ടാണ് നമ്മുടെ പറമ്പിലേക്ക് നമ്മൾ വെള്ളം എത്തിച്ചിരിക്കുന്നത്. അപ്പൊ ബുധനാഴ്ചയും ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2 മണിക്കാണ് നമുക്ക് വെള്ളം ലഭിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ 2 മണിക്ക് പറമ്പ് നനയ്ക്കാൻ വേണ്ടി പറമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇട്ട് കൊടുത്ത ജാതിയുടെ തടം നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ ഓസ് എടുത്തിട്ട് നമ്മൾ അടുത്ത ജാതിക്ക് തടത്തിലേക്ക് വെള്ളം നിറയുന്നതിന് വേണ്ടി നമ്മൾ ഓസ് ഇട്ട് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഏത് ജാതിയാണോ നനയ്ക്കാൻ പോകുന്നത് ആ ജാതിയുടെ ചുറ്റുവട്ടത്തുള്ള കായകളല്ല ഇതുപോലെ നമ്മൾ പറക്കിയത്. നമ്മുടെ പറമ്പിൽ ഉണ്ടായി കിടക്കുന്ന കുമ്പളങ്ങയാണ് ആ കാണുന്നത്. ആ കുമ്പളങ്ങ എത്രത്തോളം ഹൈറ്റിലാണ് കിടക്കുന്നതെന്ന് നോക്കിയേ. ഒരുപാട് ഉയരത്തിലാണ് ആ കുമ്പളങ്ങ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പറക്കാൻ എളുപ്പമല്ല. അപ്പൊ അടുത്ത തവണ വരുമ്പോൾ പറക്കാന്ന് വിചാരിച്ചു. ജാതിമേത്ത കായകളെല്ലാം മൂത്ത് വരുന്നതേ ഉള്ളൂ. കാരണം ജാതിയുടെ സീസൺ ആവുന്നേ ഉള്ളൂ. മെയ് ലാസ്റ്റ്, ജൂൺ ജൂലൈ ഒക്കെയാണ് ജാതിയുടെ സീസൺ. നമ്മുടെ തോട്ടത്തില് വാഴകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ആ വാഴയിൽ ഒരു വാഴ പൂവൻ വാഴയാണ്. ആ വാഴയെ കുലച്ച് ഉണ്ടായി നിൽക്കുന്നുണ്ട്. കായ മൂത്ത് വരുന്നതേ ഉള്ളൂ. കുറച്ചും കൂടി ആയിട്ട് വേണം ഇതിന്റെ കുടപ്പൻ ഒടിച്ചു കൊണ്ടാനായിട്ട്. കാരണം എനിക്ക് ഇതിൻ്റെ കുടപ്പൻ ഉലർത്തി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഡിഷാണത്. നമ്മുടെ പ്ലാവുമ്പോൾ ഉണ്ടായി കിടക്കുന്ന ചക്കകളാണ് ഈ കാണുന്നത്. അത്യാവശ്യം ചക്കകൾ ഉണ്ടായിട്ടുണ്ട് ഈ തവണ. ഈ പറഞ്ഞോണം മൂത്ത് വരുന്നേ ഉള്ളൂ. മൂത്തിട്ട് വേണം ഒരു ചക്ക ഇട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാനും അതുപോലെ തന്നെ അയൽവക്കത്തുള്ള വീടുകളിലേക്ക് ഓരോ ചക്ക വെച്ചൊക്കെ കൊടുക്കാനും. ജാതിയുടെ ചുവട്ടിൽ കിടക്കുന്ന കായകളാണ് നമ്മൾ ഈ കാണുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മൂത്ത് വീണ കായകളുണ്ട്, മൂക്കാതെ വീണ കായകളുണ്ട്. ഇപ്പൊ ഈ നമ്മളിപ്പോ കാണുന്ന ഈ കായില്ലേ, ഈ കായൊന്നും മൂക്കാതെ വീണാക്കുന്നതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഉണ്ടാകുന്ന ചൂട് നല്ല വെയിലേറും ഏറ്റിട്ട് കായകൾ വീഴുന്നതാണ്. നമ്മുടെ പറമ്പിനോട് ചേർന്ന് നിൽക്കുന്ന ആഞ്ഞിലച്ചക്കയുടെ മരമാണ് ഈ കാണുന്നത്. അതായത് നമ്മുടെ പറമ്പിൽ ആഞ്ഞിലച്ചക്ക വീണ് കിടക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു പഴമാണ് ഈ ആഞ്ഞിലച്ചക്ക. എനിക്കും ഒരുപാട് ഇഷ്ടമാണ്. വളരെ ചെറിയ ചക്ക, കാണാൻ തന്നെ ഭയങ്കര ക്യൂട്ടാണ്. താഴെ തേങ്ങയൊക്കെ വീണ് കിടക്കുന്നുണ്ട്. ഒന്നല്ല രണ്ടല്ല എണ്ണി നോക്കി ഒരുപാട് തേങ്ങകൾ നമുക്കത് ഇവിടെ കാണാൻ പറ്റും. തെങ്ങുമ്മയ്ക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, തെങ്ങിന്റെ മുകളിൽ ഒരുപാട് തേങ്ങകൾ അത് ഉണങ്ങി കിടക്കുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ തേങ്ങ ഇടാനായിട്ട് ആള് കിട്ടാൻ അത്ര എളുപ്പമല്ല. കുറെ നാളായി തേങ്ങ ഇടാൻ വേണ്ടി ഒരാൾ അന്വേഷിക്കുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമല്ല, കേരളത്തിലെ എല്ലാ സ്ഥലത്തും തേങ്ങ ഇടുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. നല്ല തെളിഞ്ഞ ആകാശം. പക്ഷെ നമുക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഈ ആകാശം കാണുമ്പോൾ തോന്നും ഒരു നല്ല മഴക്കാരും ഒരു മഴയും ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അത്രയ്ക്ക് ചൂടുണ്ടായിരുന്നു. ആ ചൂടാണ് ഈ ജാതിനെ ഇത്രയധികം ബാധിക്കുന്നത്. അതുമാത്രമല്ല, നല്ലൊരു മഴ പെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ നനച്ചു കൊടുക്കലിന്റെ ആവശ്യവും വരുന്നില്ലല്ലോ. അടുപ്പിച്ച് നല്ല 2 മഴ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു തണുപ്പും വരും. അതുപോലെ തന്നെ പിന്നെ കുറച്ച് ദിവസത്തേക്ക് ജാതി നനയ്ക്കാൻ വേണ്ട. നമ്മുടെ പറമ്പിലെ ചില മരങ്ങളുമ്പോൾ നമ്മൾ കുരുമുളക് പടർത്തി കയറ്റിയിട്ടുണ്ട്. ആ കുരുമുളക് പടർത്തി കയറ്റിയ മരങ്ങളാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുരുമുളക് എല്ലാം തന്നെ നല്ല രീതിയിൽ പടർന്ന് കയറിയിട്ടുണ്ട്. അതുപോലെ വലിയ മരത്തുമ്മേ നമ്മളൊരു കുരുമുളക് പടർത്തി കയറ്റിയിട്ടുണ്ട്. ആ പറമ്പിലൊരു വലിയൊരു മരത്തുമ്മേ അത് നല്ല രീതിയിൽ പടർന്ന് കയറിയിട്ടുണ്ട്. പറമ്പിന്റെ സെൻട്രലായിട്ട് കുറച്ച് വാഴകൾ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ കുലച്ച് നിൽക്കുന്ന ഒരു പൂവൻ വാഴയാണ് ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്നത്. കുറച്ച് അടയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ ചെറിയ അടയ്ക്കാരം തൈകൾ, അതായത് വളർന്നു വരുന്ന അടയ്ക്കാരങ്ങളുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പറമ്പിൽ അത്യാവശ്യം വലിയൊരു കാറ്റ് വീശിയായിരുന്നു. അപ്പോൾ ആ പറമ്പിൽ കാറ്റ് വീശിയതിൻ്റെ ഫലമായിട്ട് തൊട്ടടുത്ത് നിന്നൊരു മരത്തിൻ്റെ കൊമ്പൊടിഞ്ഞ് വീണായിരുന്നു. അപ്പോൾ ആ കൊമ്പ്
നമ്മുടെ പറമ്പിലേക്ക് മറിഞ്ഞു വീണ് അതായത് ഇപ്പോൾ ഈ കാണുന്ന മരത്തിൻ്റെ ടോപ്പിലുള്ള ഒരു കൊമ്പ് കാറ്റ് പിടിച്ച് നമ്മുടെ പറമ്പിലേക്ക് വീഴുകയും അപ്പോൾ അവിടെ നട്ടിരുന്ന ഒരു 3-4 അടയ്ക്കാരത്തിൻ്റെ തൈയുടെ തലയും തൈ പോയി, അത് മൊത്തത്തിൽ പോയി. അപ്പോൾ നല്ല കാറ്റുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആ കൊമ്പ് ഒടിഞ്ഞു വീണപ്പോൾ പോയതാണ് ആ കാണുന്ന അടയ്ക്കാരങ്ങളെല്ലാം. ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത് മഞ്ഞുമൽ ബോയ്സിലെ ഒരു മരത്തിൻ്റെ വേരുകളൊക്കെയാണ്. ഇത് ജാതിയുടെ മണ്ണിൻ്റെ മേളിലുണ്ടായി കിടക്കുന്ന വേരുകളാണ്. ഇത് നമുക്ക് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഈ ജാതി ആ സൈഡിൽ നോക്കുമ്പോൾ ഒറ്റ ജാതിയാണ്, പക്ഷെ ഇങ്ങനെ സൈഡിലേക്ക് വന്ന് നോക്കുമ്പോൾ കാണാം ഇത് മണ്ണിൽ നിന്ന് തന്നെ 2 ജാതിയായിട്ടാണ് മുകളിലേക്ക് പോയിരിക്കുന്നത്. നല്ല ഹൈറ്റുള്ള ജാതിയാണ്, നല്ല പഴക്കമുള്ള ജാതിയാണ്, അത്യാവശ്യം കായ ഉണ്ടാകുന്ന ഒരു ജാതിയാണ്. കറിവേപ്പില ചെടിയാണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷെ അത് നിൽക്കുന്ന സ്ഥലം അത്ര കറക്റ്റ് അല്ല, ജാതിയുടെ തടത്തിനോട് ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് പറിച്ച് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി നടണം. ഞാൻ പിടിച്ചിട്ടുണ്ട്, വലിച്ചോ. ഇത് സത്യം പറയുകയാണെങ്കിൽ കാണുന്ന അത്ര എളുപ്പമുള്ളൊരു പരിപാടി അല്ല ഇത്. കാരണം ഇത് 2.5 ഇഞ്ചിന്റെ പൈപ്പാണ്. ഈ പൈപ്പിലേക്ക് വെള്ളം കയറുന്നതോടുകൂടി ഈ പൈപ്പിന് ഭയങ്കര വെയിറ്റ് ആവും. പിന്നെ ഒരാൾ ഈ പറമ്പിന്റെ ഒരറ്റത്തുനിന്ന് നനച്ച് പറമ്പിന്റെ മറ്റേ അറ്റത്തെത്തുമ്പോഴേക്കും സത്യം പറഞ്ഞ ഔഷധിയാവും. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ പപ്പ മാത്രമല്ല വരാറ്, ആർക്കാണോ സൗകര്യം കിട്ടുന്നത്. ചില ദിവസങ്ങൾ ഞാൻ വന്നിട്ടാണ് നനയ്ക്കുന്നത്. ഓരോരുത്തരുടെ സൗകര്യം പോലെ അവരവർ വന്ന് ചെയ്യും. ഈ കാണുന്ന ഒരു ജാതിയാണ്, ഇത് ആൺജാതിയാണ്. ഇതുമ്മ കായ അങ്ങനെ ഉണ്ടാവില്ല, അതുകൊണ്ടാണ് നമ്മൾ കുരുമുളക് പടർത്തി കയറ്റിയിരിക്കുന്നത്. ഒരു ജാതിക്കത്തോട്ടത്തിൽ ഒരു ആൺജാതി ഉണ്ടാവണം നല്ലതാണ്. പക്ഷേ ഈ ജാതി പൂക്കും. ഈ ജാതിയുടെ പൂവാണ് ഈ കാണുന്നത്. പറമ്പിൽ സ്ഥിരം വെള്ളം നനയ്ക്കുമ്പോൾ കാണുന്ന കാഴ്ചകളുടെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരുപാട് ജീവികളുടെ ആവാസ വ്യവസ്ഥയാണ് നമ്മുടെ ഇത്തരം തോട്ടങ്ങൾ. അങ്ങനെ പറമ്പെല്ലാം നനച്ചു കഴിഞ്ഞു. അങ്ങനെ പറമ്പിൽ നിന്ന് ഇന്ന് പറക്കി കിട്ടിയ കായയാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഈ ജാതിക്കത്തോണ്ടിൽ നിന്ന് കായ വേർപിരിച്ച് എടുത്തിട്ട് വേണം നമുക്കിന്ന് വീട്ടിലേക്ക് പോകാനായിട്ട്. നമ്മുടെ തോട്ടത്തിലെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. അടുത്തൊരു വ്ളോഗിൽ കാണുമ്പോഴേക്കും സൈനിങ് ഓഫ്. ഹാപ്പി വേൾഡ് വ്ളോഗ്സ്. താങ്ക് യു.